അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കുക. അങ്ങനെ രാജാവും ഹെർമിറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നുണ്ട്. അങ്ങനെ രാജാവും ഹെർമിറ്റും കൂടിക്കൊണ്ട് അയാളെ കുറേ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അയാളെ തറയിൽ കിടത്തുന്നു അല്ലേ. അങ്ങനെ അവസാനം മനുഷ്യൻ എഴുന്നേറ്റ് രാജാവിനോട് പറയുന്നു, "Forgive me," said the bearded man in a weak voice when he saw that the king was awake. രാജാവ് എഴുന്നേറ്റ് എന്ന് ഓർപ്പിച്ചപ്പോൾ, എനിക്ക് പുറത്തു തരൂ, എനിക്ക് മാപ്പ് തരൂ എന്ന് ആര് പറഞ്ഞു? ഈ താടിക്കാരൻ പറഞ്ഞു. "I do not know you and have nothing to forgive you for," said the king. "I do not know you." എനിക്ക് നിന്നെ അറിയില്ലല്ലോ. "And have nothing to forgive you." നിനക്ക് മാപ്പ് തരാൻ മാത്രമൊന്നും ഇല്ലല്ലോ. said the king. രാജാവ് പറഞ്ഞു. രാജാവിനോട് മാപ്പ് വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്ക് രാജാവിന് ഇയാളറിയില്ല. ഓക്കെ. "You do not know me, but I know you. I am that enemy of yours who swore revenge on you because you put my brother to death and seized my property. I knew you had gone alone to see that hermit, and I made up my mind to kill you on your way home. But the day passed and you did not return." Okay. "You do not know me." നിങ്ങൾക്ക് എന്നെ അറിയില്ലേ. "You do not know me." നിങ്ങൾക്ക് എന്നെ അറിയില്ലേ. "But I know you." പക്ഷേ എനിക്ക് നിങ്ങളെ അറിയാം. "I am that enemy of yours." ഞാൻ നിങ്ങളുടെ ആ ശത്രുവാകുന്നു. എനിമി, ശത്രു. "Who swore revenge on you." ഏത് ശത്രുവാണ്? "Who swore revenge on you." നിങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത ശത്രുവാണ്. സ്വോർ എന്നെങ്കിൽ സ്വിയർ പാസ്റ്റ് സ്വോർ, SWEAR, സ്വിയർ പാസ്റ്റ് സ്വോർ, പ്രതിജ്ഞ എടുക്കുക. റിവെഞ്ച്, പ്രതികാരം. ഓക്കെ. സ്വിയർ പാസ്റ്റ് സ്വോർ എന്താ അർത്ഥം? സ്വിയർ പാസ്റ്റ് സ്വോർ, പ്രതിജ്ഞ എടുക്കുക. പ്രതിജ്ഞ എടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ആരാണ്? നിങ്ങളുടെ ആ ശത്രുവാണ്. ഹൂ സോർ, ഈ ശത്രു പ്രതിജ്ഞ എടുത്ത ശത്രുവാണ്. എന്തിന്? റിവെഞ്ച് ഓൺ യു, നിങ്ങൾക്ക് നേരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി. റിവെഞ്ച്, പ്രതികാരം. റിവെഞ്ച്, റിവെഞ്ച്, പ്രതികാരം ചെയ്യുക. ഓക്കെ, പ്രതികാരം ചെയ്യുക. പിന്നെ ബിക്കോസ്, എന്തിനാണ് പ്രതികാരം ചെയ്യുന്നത്? "യു പുട്ട് മൈ ബ്രദർ ടു ഡെത്ത് ആൻഡ് സീസ്ഡ് മൈ പ്രോപ്പർട്ടി." യു പുട്ട് മൈ ബ്രദർ ടു ഡെത്ത്. പുട്ട് ടു ഡെത്ത് തന്നെ കൊല്ലുക. പുട്ട് ടു ഡെത്ത്, കൊല്ലുക. യു പുട്ട്, നിങ്ങൾ പുട്ട് മൈ ബ്രദർ ടു ഡെത്ത്, എൻ്റെ സഹോദരനെ കൊന്നിട്ടുണ്ട്. പുട്ട് ടു ഡെത്ത് എന്ന് ഒന്നിച്ചാണ്. പുട്ട് ടു ഡെത്ത് പറഞ്ഞെങ്കിൽ കൊല്ലുക എന്നാണ്. ഓക്കെ. പുട്ട് ടു ഡെത്ത്, കൊല്ലുക, കൊല്ലുക എന്ന് എഴുതുക. പുട്ട് ടു ഡെത്ത് തന്നെ കൊല്ലുക. അപ്പോൾ എന്താണ്? ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ, യു പുട്ട് മൈ ബ്രദർ ടു ഡെത്ത്, എൻ്റെ സഹോദരനെ നിങ്ങൾ കൊന്നിട്ടുണ്ട്. ആൻഡ് സീസ്ഡ് മൈ പ്രോപ്പർട്ടി, എൻ്റെ സമ്പത്ത് നിങ്ങൾ പണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ആരോട് പറയുന്നത്? രാജാവിനോട് പറയുന്നത്. നിങ്ങൾ എന്തായിട്ടുണ്ട്? പണ്ട് എൻ്റെ സമ്പത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. സീസ്, പിടിച്ചെടുക്കുക. സീസ്, പിടിച്ചെടുക്കുക. ഓക്കെ. പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി ആണെങ്കിൽ സമ്പത്ത്. പ്രോപ്പർട്ടി, സമ്പത്ത്. PROPERTY, എൻ്റെ സമ്പത്ത് പണ്ട് നിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. "I knew you had gone alone to see that hermit." I knew, എനിക്കറിഞ്ഞു. "You have gone alone," നിങ്ങൾ ഒറ്റക്കാണ് പോയത്. "To see that hermit," ഈ സന്യാസിയെ കാണാൻ. "And I made up my mind to kill you on your way home." And I made up my mind, made up my mind, ഞാൻ തീരുമാനിച്ചു.
ഐ മേഡ് അപ്പ് മൈ മൈൻഡ്, ഞാൻ തീരുമാനിച്ചു, ടു കിൽ യു, നിങ്ങളെ കൊല്ലാൻ, ഓൺ യുവർ വേ ഹോം, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ. ബട്ട് ദ ഡേ പാസ്ഡ്, പക്ഷെ ഒരു ദിവസം കഴിഞ്ഞു. ആൻഡ് യു ഡിഡ് നോട്ട് റിട്ടേൺ, നിങ്ങൾ എന്തായില്ല, മടങ്ങിയില്ല. റിട്ടേൺ പറഞ്ഞെങ്കിൽ മടങ്ങുക, റിട്ടേൺ മടങ്ങുക. ഓക്കെ, നിങ്ങൾ എന്തായില്ല, മടങ്ങിയില്ല. സോ ഐ ലെഫ്റ്റ് മൈ ഹൈഡിങ് പ്ലേസ്, അതുകൊണ്ട് ഞാൻ എന്താക്കി, എൻ്റെ ആ ഒളിത്താവളം ഒഴിവാക്കി. ഹൈഡിങ് പ്ലേസ് അല്ലെങ്കിൽ ഒളിത്താവളം, ഹൈഡറിനെങ്കിൽ ഒളിക്കുക, ഹൈഡ് ഒളിക്കുക. അപ്പോൾ ഞാൻ എന്താക്കി, എൻ്റെ ഒളിത്താവളം ഒഴിവാക്കി. ആൻഡ് ലെഫ്റ്റ്, ലീവ് പാസ്റ്റ് ലെഫ്റ്റ് എഴുതുക, ലീവ് പാസ്റ്റ് ലെഫ്റ്റ്. ലീവ് പാസ്റ്റ് ലെഫ്റ്റ് ഒഴിവാക്കുക. സോ ഐ ലെഫ്റ്റ് മൈ ഹൈഡിങ് പ്ലേസ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒളി സ്ഥലം ഒഴിവാക്കി. ആൻഡ് ഐ കെയിം അപ്പോൺ യുവർ ബോഡി ഗാർഡ്, നിങ്ങളുടെ ബോഡി ഗാർഡിൻ്റെ അംഗരക്ഷകൻ്റെ അടുത്തേക്ക് ഞാൻ വന്നു. ബോഡി ഗാർഡ് നേരത്തെ പഠിച്ചു വന്നല്ല, അംഗരക്ഷകൻ, കാവൽക്കാരൻ, ബോഡി ഗാർഡ് കാവൽക്കാരൻ്റെ അടുത്തേക്ക് വന്നു. ഹൂ റെക്കഗ്നൈസ്ഡ് മീ, പക്ഷെ അയാൾ എന്താക്കി, എന്നെ തിരിച്ചറിഞ്ഞു. റെക്കഗ്നൈസ് തിരിച്ചറിയുക, റെക്കഗ്നൈസ് തിരിച്ചറിയുക. ഓക്കെ, റെക്കഗ്നൈസ് പറഞ്ഞെങ്കിൽ തിരിച്ചറിയുക. അദ്ദേഹം എന്താക്കി, എന്നെ തിരിച്ചറിഞ്ഞു. ആൻഡ് വൂണ്ടഡ് മീ, എന്നെ എന്താക്കി, പരിക്കേൽപ്പിച്ചു. വൂണ്ട് പരിക്കേൽപ്പിക്കുക, നേരത്തെ വൂണ്ട് മുറിവുന്നുണ്ട്, മുറിവേൽപ്പിക്കുന്നുണ്ട്. വെർബായിട്ട് വരുമ്പോൾ മുറിവേൽപ്പിക്കുക, നൗണായിട്ട് വരുമ്പോൾ മുറിവ്. പക്ഷേ നിങ്ങൾ അംഗരക്ഷകൻ എന്താക്കി, എന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷം എന്നെ എന്താക്കി, തിരിച്ചറിഞ്ഞത് കൊണ്ട് എന്നെ പരിക്കേൽപ്പിച്ചു. ഐ എസ്കേപ്ഡ് ഫ്രം ഹിം, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എസ്കേപ്പ് രക്ഷപ്പെടുക, അയാളിൽ നിന്ന് രക്ഷപ്പെട്ടു. ബട്ട് ഐ ഷുഡ് ഹാവ് ഡൈഡ് ഇഫ് യു ഹാഡ് നോട്ട് ഡസ്ഡ് മൈ വോൺസ്, പക്ഷേ ഐ ഷുഡ് ഹാവ് ഡൈഡ്, ഞാൻ മരിക്കുമായിരുന്നു. ഐ ഷുഡ് ഹാവ് ഡൈഡ്, ഞാൻ മരിക്കുമായിരുന്നു. ഇഫ് യു ഹാഡ് നോട്ട് ഡസ്ഡ് മൈ വോൺസ്, എൻ്റെ മുറിവിന് നിങ്ങൾ ഡ്രസ്സിൽ ഇട്ടില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ മുറിവിനെ നിങ്ങൾ തുണി ചുറ്റില്ലായിരുന്നുവെങ്കിൽ ഞാൻ മരിക്കുമായിരുന്നു. ഐ വിഷ്ഡ് ടു കിൽ യു, ഞാൻ നിങ്ങളെ കൊല്ലാനാണ് ആഗ്രഹിച്ചത്. ആൻഡ് യു ഹാവ് സേവ്ഡ് മൈ ലൈഫ്, പക്ഷെ നിങ്ങൾ എന്താക്കി, എൻ്റെ ജീവൻ രക്ഷിച്ചു. നൗ ഇപ്പോൾ, ഇഫ് ഐ ലിവ്, ഞാൻ ജീവിക്കുകയാണെങ്കിൽ, ഐ വിൽ സെർവ് യു, ഞാൻ നിങ്ങൾക്ക് സേവനം ചെയ്യും. ആസ് യുവർ മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സേവകനായി. ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ വിശ്വസ്തൻ. ഫെയ്ത്ത്ഫുൾ വിശ്വസ്തനായ സേവകനായി ഞാൻ നിങ്ങൾക്ക് ജോലി ചെയ്യാം. സെർവൻറ്റ് സേവകൻ. ആൻഡ് വിൽ ഓർഡർ മൈ സൺസ്, എൻ്റെ മക്കളോട് ഞാൻ കൽപ്പിക്കും. ഓർഡർ കൽപ്പിക്കും, ഓർഡർ കൽപ്പിക്കുക. ആൻഡ് ഓർഡർ മൈ സൺസ്, എൻ്റെ മക്കളോട് കൽപ്പിക്കും. ടു ഡു ദ സെയിം, അതുപോലെ ചെയ്യാൻ വേണ്ടി. ഫോർഗിവ് മീ, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മാപ്പ് തരൂ. ഫോർഗിവ് ചെയ്യല്ലോ അല്ലേ, ഫോർഗിവ്. അതിൻ്റെ പാസ്റ്റ് ഫോർഗേവ് എന്നാണ്. ഫോർഗിവ് പാസ്റ്റ് സ്ഥലമില്ലാതെ അതില്ല. ഫോർഗിവ് പാസ്റ്റ് ഫോർഗേവ്, അതിൻ്റെ അവിടെ ഏട്ടങ്കതി. ഫോർഗിവ് പാസ്റ്റ് ഫോർഗേവ്, പുറത്ത് കൊടുക്കുക, പുറത്ത് കൊടുത്തു. ദ കിങ് വാസ് വെരി ഹാപ്പി. ദ കിങ് വാസ് വെരി ഹാപ്പി ടു ഹാവ് മേഡ് പീസ് വിത്ത് ഹിസ് എനമി, രാജാവ് വളരെ സന്തുഷ്ടനായിരുന്നു. കാരണം എന്ത്, ടു ഹാവ് മേഡ് പീസ് വിത്ത് ഹിസ് എനമി, ശത്രുവിനോട് സന്ധി ഉണ്ടാക്കിയത് കാരണത്താൽ. പീസ് പറഞ്ഞെങ്കിൽ സമാധാനം, പീസ് സമാധാനം, സമാധാനം ഉണ്ടാക്കിയത് കാരണത്താൽ വളരെ സന്തുഷ്ടനായിരുന്നു. വിത്ത് ഹിസ് എനിമി ശത്രു. സോ ഈസിലി, ഇത്ര എളുപ്പത്തിൽ സന്ധി ഉണ്ടാക്കാൻ, സമാധാനം ഉണ്ടാക്കാൻ, സ്ഥാപിക്കാൻ കഴിഞ്ഞത് സന്തുഷ്ടനാണ്. ആൻഡ് ടു ഹാവ് വൺ ഹിം ഓവർ ആസ് എ ഫ്രണ്ട്, അതേപോലെ ആ ശത്രുവിനെ സുഹൃത്താക്കാനും കഴിഞ്ഞതിൽ. ഓക്കെ, വിന്നറിനെങ്കിൽ വിൻ പാസ്റ്റ് വോൺ, വിജയിക്കുക. വിൻ പാസ്റ്റ് വൺ, വിജയിക്കുക. അപ്പോൾ ഈ മനുഷ്യനെ, ഈ ശത്രുവിനെ സുഹൃത്തായി
തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ സുഹൃത്തായി വിജയിക്കാൻ പറ്റിയതിൽ ഇദ്ദേഹത്തിന് എന്തായി സന്തോഷമുണ്ടായി. ഹി നോട്ട് ഓൺലി ഫോർഗിവ് ഹിം, ഈ രാജാവ് അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല, ബട്ട് സെഡ് പറയുകയും ചെയ്തു, ഹി വുഡ് സെൻഡ് ഹിസ് സെർവൻസ്, രാജാവ് അയാളുടെ ആരയക്കാം, വേലക്കാരെ അയക്കാം. എന്തിന്? ആൻഡ് ഹിസ് ഓൺ ഡോക്ടർ, സ്വന്തമുള്ള ഡോക്ടറെയും അയക്കാം, രാജാവിൻ്റെ സ്വന്തമായ ഡോക്ടറെയും അയക്കാം. ടു ലുക്ക് ആഫ്റ്റർ ഹിം, ഇയാളെ സംരക്ഷിക്കാൻ, ഇയാളെ പരിചരിക്കാൻ വേണ്ടി. ലുക്ക് ആഫ്റ്റർ, പരിചരിക്കുക. LOOKAFTER, ലുക്ക് ആഫ്റ്റർ, പരിചരിക്കുക. ഓക്കെ. പിന്നെ ആൻഡ് ഹി പ്രോമിസ്ഡ് ടു ഗിവ് ബാക്ക് ദ മാൻ ഹിസ് പ്രോപ്പർട്ടി എന്ന് മാത്രമല്ല, ആൻഡ് ഹി പ്രോമിസ്ഡ്, അയാൾ രാജാവ് വാഗ്ദാനം ചെയ്തു. പ്രോമിസ്, വാഗ്ദാനം ചെയ്യുക. പ്രോമിസ് കേട്ടിട്ടുണ്ടാവില്ല വേറെ. പ്രോമിസ്, വാഗ്ദാനം ചെയ്തു. പ്രോമിസ്ഡ്, വാഗ്ദാനം ചെയ്തു. ടു ഗിവ് ബാക്ക്, തിരിച്ചു നൽകാൻ, ദ മാൻ, ആ മനുഷ്യന്, ഹിസ് പ്രോപ്പർട്ടി, അവൻ്റെ സമ്പത്ത്. ഓക്കെ, ഇനി അത്ര മതി. ഒന്നും കൂടി നോക്കിയോ, വായിക്കുന്നത് നോക്കിയോ. വായന കുറേ ആൾക്ക് പ്രശ്നമുണ്ട്, ചിലപ്പോൾ പിന്നെ അർത്ഥം വെക്കാൻ ചിലപ്പോൾ ഫാസ്റ്റ് വായിച്ചിട്ടുണ്ടോ. ഒന്നും കൂടി നോക്കിയോ. യു ഡു നോട്ട് നോ മീ ബട്ട് ഐ നോ യു, ഐ ആം ദാറ്റ് enemy of yours who swore revenge on you because you put my brother to death and seized my property. I knew you had gone alone to see that hermit, and I made up my mind to kill you on your way home. But the day passed and you did not return. So I left my hiding place, and I came upon your bodyguard who recognized me and wounded me. I escaped from him, but I should have died if you had not dressed my wounds. I wished to kill you, and you have saved my life. Now if I live, I will serve you as your most faithful servant, and will order my sons to do the same. Forgive me. വിഷിൻ്റെ അർത്ഥം എഴുതിയിട്ടില്ല. വിഷ്, WISH, എന്താണ്? ആഗ്രഹിക്കുക. ഓക്കെ, ആഗ്രഹിക്കുക. പിന്നെ അതേപോലെ സേവ് എന്നെങ്കിൽ രക്ഷിക്കുക. സേവ്, രക്ഷിക്കുക. സർവ് എന്നെങ്കിൽ സേവനം ചെയ്യുക. സർവ്. ഓക്കെ. The king was very happy to have made peace with his enemy so easily and to have won him over as a friend. He not only forgave him but said he would send his servants and his own doctor to look after him, and he promised to give back the man his property. ഓക്കെ, 2-3 വട്ടം ഇത് വായിക്കണം, വായിച്ച അർത്ഥം വെക്കണം. പിന്നെ ഏകദേശം എല്ലാ അർത്ഥങ്ങളും ഞങ്ങളുടെ താഴെ എഴുതിയിട്ടുണ്ടല്ലോ. ആ പദങ്ങളുടെ അർത്ഥങ്ങൾ വോയിസ് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 3 പ്രാവശ്യം വായിക്കണം. അതിന് വേണ്ടിയിട്ടാണ്, അതിനെ ഒപ്പിച്ചിട്ടാണ് സമയം കുറച്ചിട്ട് വോയിസ് ഇടുന്നത്. ഇല്ലെങ്കിൽ ഈ പാഠം ഫുള്ള് തീർക്കായിരുന്നു, അരമണിക്കൂർ മുഴുവൻ എടുക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് ആവർത്തിച്ച് വായിക്കേണ്ട ആവശ്യകത ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ചെടുക്കുന്നത്. അത് വീണ്ടും വായിക്കണം. ഓക്കെ. പിന്നെ സംശയമുള്ളത് ചോദിക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.